കളിച്ചു നടന്നവരെ കുരുതി കൊടുത്തു. ഞാനാണത് ചെയ്തത്. ഉണ്ണിയോട് കുരുങ്ങില്ലെന്ന് ഓർത്തിട്ടാണ്. ഇല്ലെങ്കിൽ രാജുവിനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞേനെ. പോലീസിൽ സറണ്ടർ ആയനെ. എന്റെ കാര്യം കള. എനിക്ക് ആരാ ഉള്ളത്? റിട്ടയറായ ഒരമ്മ. നമുക്ക് രണ്ടുപേർക്കും കൂടെ സറണ്ടർ ആകാമെന്ന് വയ്ക്കൂ. അപ്പോഴും വേറെ പ്രശ്നമില്ലേ? നിന്റെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഡാഡിയുടെ പ്രസ്റ്റീജ്, ഉദ്യോഗം, ഇതൊക്കെ. ആ പണം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ? അത് പോലീസിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു തെളിവായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും we will face it. എന്താ ഡാഡി? ഒന്നുമില്ല മോളെ. പിന്നെ എന്തിനാ ഡാഡി എന്നെ എങ്ങനെ വാച്ച് ചെയ്യുന്നത്? എന്തിനാ നീ ഇതൊക്കെ മനസ്സിൽ വിളിക്കുന്നത്? എന്തായാലും നിനക്കെന്നോട് തുറന്നു പറയാമല്ലോ. ഡാഡി എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് തന്നെ. എത്ര കാലം ഇതൊക്കെ വിളിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഈ വീട്ടിൽ, എന്റെ മുമ്പിൽ. വൈകുന്നേരം വരെ സമയം തരുന്നു. ഞാൻ മടങ്ങി വരുമ്പോ നീ തന്നെ അതെന്നോട് പറയുന്നതാ നല്ലത്. വല്ലാത്ത ക്ഷീണം. എനിക്കും കൂടി ഒരു സ്മാൾ. இத போடு, சூடு குறைஞ்சிரும். ஐஸ் போட்டுக்க. ராவாடி. ஆமா, எங்க போயிருந்த? വെറുതെ സുനിലുമായിട്ടൊന്ന് കറങ്ങി. வெளியே போனாலும் சரி, சுத்தினாலும் சரி, ஆனா அதுக்கு மேல எதுவும் நடக்காம பாத்துக்க. എന്താ? எனக்கு தெரியாம நீங்க ரெண்டு பேரும் சேர்ந்து ஏதோ ரகசியங்கள். അയ്യോ, അങ്ങനൊന്നുമില്ല. இல்லாம இருந்தா சரி. பேங்க்ல கொள்ளடிச்ச பணம் எங்க இருக்குன்னு உனக்கு தெரிஞ்சா என்கிட்ட சொல்லணும். This is not a request, it's an order. அந்த பணத்தை எனக்கு தெரியாம நீங்க எடுத்துட்டு போலாம்னு நினைக்காதீங்க. உங்க ரெண்டு பேருடைய பாஸ்ட் ரொம்ப டேஞ்சர். நடந்தெல்லாம் ஞாபகம் இருக்குல்ல? போலீஸுக்கு தெரிஞ்சா നിങ്ങളല്ലേ ഞങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്? ஆமா, நான் அதுலயும் தப்பிச்சுக்குவேன். சட்டை என்ன ஒண்ணும் செய்யாது. நீங்க தான் மாட்டிக்குவீங்க. എങ്ങോട്ടാ? ഇന്ന് അമ്പലത്തിൽ വിശേഷാൽ പൂജയുണ്ട്. അമ്പലത്തിൽ കുറെ കഴിഞ്ഞ് പോയാ മതി. നിന്റെ മോളെ കുറിച്ച് എനിക്ക് എഴുതി പറയാനുണ്ട്. എന്താ? നിനക്കെന്തെങ്കിലും അറിയാമോ? ഇല്ല. അവളൊരു വലിയ കേസിലെ പ്രതിയാണ്. കേസോ? പ്രതിയോ? നിങ്ങൾ എന്താ പറയുന്നത്? നീ അവളെ വിളിക്കേ. പ്രിയേ, പ്രിയേ. കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്താ? പറയൂ. ഒന്നുമില്ല ഡാഡി. ഒന്നും ഒളിക്കരുത്. ആദ്യമൊക്കെ എനിക്കും സംശയമായിരുന്നു. ഡാഡി, എനിക്കറിയാം എത്ര കാലം ഇതൊക്കെ ഒളിക്കാൻ പറ്റും. ഒരാളെ പിടികൂടി, അയാൾ കുറ്റം സമ്മതിച്ചു. നീയും കൂടി പ്രതിയാണെന്ന് മനസ്സിലായി. ഡാഡി, ഞാനത് ഒരു തമാശയ്ക്ക് വേണ്ടി. തമാശയ്ക്കോ? ഇതാണോ തമാശ? നിന്റെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇത്? ഡാഡി, അത് വേണ്ട, ഒന്നും പറയണ്ട. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. രാജുവിന്റെ മുമ്പിൽ സറണ്ടർ ആവുക, അതേ ഉള്ളു ഇനി രക്ഷ. ഞാനും അത് ആലോചിക്കായിരുന്നു ഡാഡി. യെസ്, എങ്കിലതിന് സമയമായി. ഞാനിന്ന് രാജുവിനെ വിളിച്ച് ചോദിച്ചു. അയാൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. നല്ല പയ്യനാ. നിന്റെ സെലക്ഷൻ കൊള്ളാം. അയാളെ സണ്ണിൻലോ ആയി കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചിരുന്നു. കൊള്ളാം. ഇതായിരുന്നു കാര്യം. കേസെന്ന പ്രതിയെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. ഇന്ന് നമ്മൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോന്നു. എന്റെ മോൻ
കവർച്ചക്കാരിയെ പോലെ ഓടി നടന്ന പെണ്ണല്ലേ? പോലെയെന്നല്ല, കവർച്ചക്കാര് തന്നെ അല്ലേ? ആ ബാങ്ക് കവർച്ച. പ്രിയേ, യുനോ, ഈ വിവാഹം ഈസ് എൻ ആക്ടിംഗ്. നിന്നെ തൊണ്ടിയോടെ പിടികൂടാൻ ഒരു സൂത്രമാണിത്. ഇതല്ലേ ആ പണം? പ്രിയേ, എന്താ നിനക്ക്? ഒന്നുമില്ല, ഇരിക്കെ. എന്റെ വിവാഹം ഏതാണ്ട് തീരുമാനിച്ച പോലെയാണ്. ആരുമായിട്ട്? രാജുവായിട്ട്. നീ എന്തോന്നും ഉണ്ടാത്തത്? ഒരു കണക്കിൽ അത് നടത്തുന്ന നല്ലത്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തായി പറയുന്നത്? അറിയാം. ആ പണം ഉള്ളതുകൊണ്ട് തന്നെ നീ രാജുവിന് വിവാഹം ചെയ്യുന്നതാണ് നല്ലത്. മണിയറയിലെ ഒരു കുറ്റസമ്മതം, അത് ചിലപ്പോ നമ്മളെ രണ്ടുപേരും രക്ഷിച്ചേക്കും. അച്ഛനായാലും ഭർത്താവായാലും ആരായാലും കാക്കിയുടുപ്പിനുള്ളിൽ സെന്റിമെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് നിയമത്തിന്റെ ഭാഷയെ മനസ്സിലാവൂ. അതങ്ങനെ തന്നെയാണ് വേണ്ടതും.